ഹായ് ഗൈസ്, എല്ലാവർക്കും വണക്കം. ഞാൻ ഇന്നൊരു കാര്യം പറയട്ടെ നിങ്ങളോട്. അതായത് ഇന്നലെ കണ്ടൊരു ന്യൂസാണ്. 700 അടി താഴ്ചയുള്ള കുഴൽ കിണറിലേക്ക് ഒരു കുട്ടി വീണു. ഇതിപ്പോൾ സർവ്വസാധാരണ ആയൊരു അവസ്ഥയിലാണ്. നമ്മൾ കേരളത്തിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ കുഴൽ കിണർക്ക് വീണിട്ടുണ്ട്. അന്യ സംസ്ഥാനങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ എന്താണിത്? ഒരു തീരെ ശ്രദ്ധയില്ലാത്തൊരവസ്ഥ. ഇതൊക്കെ ഭയങ്കര കഷ്ടല്ലേ? കുഴൽ കുത്തുമ്പോൾ വെള്ളം അല്ലെങ്കിൽ അപ്പം ക്ലോസ് ചെയ്യുക, പിന്നെ അത് തുറന്നിട്ട് വെക്കരുത്. ആ അങ്ങനെ തുറന്നിട്ട് വെക്കുമ്പോഴാണ് ഈ കൊച്ചുങ്ങൾ കളിച്ചും അങ്ങനെയൊക്കെ അതിലും ഇതിലൊക്കെ ഓടി വരുമ്പോൾ കുട്ടികളത് വീഴുന്നത്. അപ്പം നിങ്ങൾ അശ്രദ്ധ കൊണ്ടല്ലേ അത് സംഭവിക്കുന്നത്. എന്തൊരു കഷ്ടമാണ് അത്. ഇങ്ങനെ ഇങ്ങനെ ചെയ്തു പോകുമ്പോൾ നിങ്ങൾ എന്താ ആസ്വദിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്? കുഴൽക്കിണർ മൂടി വെക്കാത്തൊരു പ്രശ്നമാണല്ലോ ആ കുട്ടി അതിൽ വീണത്. കുഴൽക്കിണറിന്റെ ആഴം എന്ന് പറഞ്ഞാൽ പലതും പല ടൈപ്പ് ആഴാണ്. ഒരുപാട് താഴ്ചയാണ്, പലതും പല അടിയാണ് താഴ്ച. എത്ര പോലെ ന്യൂസാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. എന്നിട്ടും ആളുകൾ പഠിക്കൂല, എന്നിട്ടും ജനങ്ങൾ പഠിക്കൂല. അത് അലസമായിട്ട് പോകും. ഇതിപ്പോ മൂടിയിട്ട് കുട്ടികൾ തുറന്നിട്ട് ചാടുവോ? ഇല്ലല്ലോ. അപ്പൊ അത് സേഫ്റ്റി അല്ലാത്തതിന്റെ പേരിൽ കുട്ടികൾ അറിയാതെ വീണ് പോയതാണ്. ഓരോ കുട്ടിയുടെ ജീവിതം നശിക്കുമ്പോഴും അല്ലെങ്കിൽ നഷ്ടപ്പെടുമ്പോഴും മാത്രമേ കണ്ണു തുറക്കുള്ളൂ, അധികാരികൾ മനസ്സ് ഓപ്പൺ ആവുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ കിടക്കുക കഷ്ടം. ഇതൊക്കെ നമ്മൾ ന്യൂസ് കാണുമ്പോഴും വായിക്കുമ്പോഴൊക്കെ ഭയങ്കര ടെൻഷൻ, വേദന കിട്ടത് ഈ കൊച്ചുങ്ങളെ ഇങ്ങനെ ആകുമ്പോൾ. ഇന്നലെ കണ്ട ന്യൂസാണ്. 700 അടി താഴ്ചയുള്ള ഒരു കുഴൽ കിണർക്ക് ഒരു കൊച്ചു വീണു എന്ന് പറഞ്ഞത്. ആ കൊച്ചിന്റെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ട് നിങ്ങൾ? എന്തായിരിക്കും ആ കൊച്ചിന്റെ അവസ്ഥ? അതിൻ്റെ ഉള്ളിലുള്ള ജീവൻ ഉണ്ടോ ഇല്ലേ നമുക്ക് അറിയാൻ കഴിയില്ല. അത്രയും താഴ്ചയിൽ വീണത്. എന്ന് രക്ഷപ്പെടുത്താനാ, എന്ന് പുറത്തെടുക്കാനാ? അത്രയും സമയം കുട്ടിക്ക് അതിൽ നിൽക്കാൻ കഴിയുമോ? നമ്മൾ രക്ഷിക്കുന്നത് വരെ കുട്ടിക്ക് നടന്നിട്ട് കയറാനും പറ്റുമോ? ഇല്ലല്ലോ. ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിടുമ്പോഴേ വെള്ളം ഇല്ലെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ അത് കുഴിച്ച് മൂടുക, അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുക. ഇതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇതിങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് അടുത്തൊരു കുട്ടി വീഴട്ടെ അരച്ച് നിൽക്കരുത്. ഏത് സംസ്ഥാനമാണെങ്കിലും, കേരളം ആണെങ്കിലും ഏത് സംസ്ഥാനമാണെങ്കിലും ഒരു തീരെ ശ്രദ്ധ ഇല്ലാതെ അലസമായിട്ട് ഇട്ട് പോവുക. എത്ര കണ്ടാലും നമ്മൾ ജനങ്ങൾ ഒരിക്കലും പഠിക്കില്ല. പഠിക്കാത്തൊരു ഒരു സമൂഹമാണ്. കഷ്ടം. ആ കുട്ടി എന്താണ് എങ്ങനെയാണെന്ന് ആർക്കറിയാം? ഇനി ഇതുപോലെ വരാതിരിക്കാൻ ഒന്ന് ശ്രമിക്കുക. അങ്ങനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിച്ച് ആ കുഴല് മൂടാൻ നോക്കുക, ഒഴിവാക്കാൻ നോക്കുക. കുഴൽ കിണറാണെങ്കിൽ ഒഴിവാക്കാൻ നോക്കുക. വെള്ളം ഉണ്ടെങ്കിൽ അതിലെ കാര്യങ്ങൾ ചെയ്യുക. അല്ലാത്ത പക്ഷം ഒഴിവാക്കുക, അതെടുത്ത് മൂടിക്കളയുക, ഒഴിവാക്കിയിടുക. ഓപ്പണാക്കി വെക്കല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്ക്. എന്തായിരിക്കും നമ്മളെ മക്കളിൽ ഓരോ മക്കളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളെ മക്കളാണെങ്കിൽ എന്ത് ചെയ്യും? എന്തായിരിക്കും ആ സ്ഥാനത്ത് ഉള്ള അവസ്ഥ? ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അപ്പം മക്കളെല്ലാവർക്കും ഒരുപോലെയാണ്. അപ്പോൾ എല്ലാവരും മക്കൾ വീണാൽ ആര് വീണാൽ വേദന ഒരുപോലെയാണ്. അത് പ്രത്യേകിച്ച് പറയേണ്ടത് ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, കുഴൽക്കിണർ കുത്തിയ ആൾക്കാരുണ്ടെങ്കിൽ, വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ അത് ആ സമയത്ത് തന്നെ കുഴിച്ച് മൂടുക. ഓപ്പൺ ആക്കരുത്, ക്ലോസ് ചെയ്ത് ഒഴിവാക്കുക. എന്ന ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാം. അപ്പോൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. നല്ലതിന് വേണ്ടി ഇനിയും ശ്രമിക്കുക. അപ്പോൾ ഇനിയും ഒരുപാട് കൊച്ചുങ്ങളെ കുരുതി കൊടുക്കാതെ ഇങ്ങനത്തെ കുഴൽക്കിണർ മൂടി ഒഴിവാക്കി നാടിനെ രക്ഷിക്കാൻ നോക്കുക. അതെനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്.